15 Pro Max റിപ്പയർ ചെയ്തതിന് ശേഷം ബാക്കി വന്ന സാധനങ്ങളാണിത്. എന്താ ചെയ്തതെന്ന് പറഞ്ഞുതരാം. ഇന്ന് നമുക്ക് സർവീസിന് വന്നിരിക്കുന്ന ഒരു 15 Pro Max ആണ്. കാണുന്ന പോലെ കംപ്ലീറ്റ്ലി ബ്രോക്കൺ ആയിട്ടാണ് വന്നത്. കസ്റ്റമർക്ക് ഇതിൽ ഒരേ ഒരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഇതിൻ്റെ അകത്ത് ഡാറ്റ എങ്ങനെയെങ്കിലും എടുത്തു തന്നാൽ മതി എന്നാണ് കസ്റ്റമർ പറഞ്ഞത്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഓൾറെഡി ബോർഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ബെൻഡ് ആയിട്ടുണ്ട്. ബോർഡ് എന്തായാലും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കാണുന്നത് പോലെ തന്നെ പ്രിന്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി മിസ്സായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ ഈ ബോർഡിൽ റിപ്പയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവി ടാസ്ക് ആണ്. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പുതിയൊരു മദർ ബോർഡിലേക്ക് ഇതിൻ്റെ അകത്ത് ഡാറ്റയുള്ള CPU, അതേപോലെ ഹാർഡ് ഡിസ്ക്, EEPROM ഇത് മൂന്ന് നമുക്ക് സ്വാപ്പ് ചെയ്ത് വിത്ത് ഡാറ്റയോട് കൂടി തന്നെ നമുക്ക് മദർ ബോർഡ് ഓൺ ആക്കാൻ പറ്റും. നമ്മൾ CPU ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹീറ്റും അതേപോലെ ടൈമിങ്ങും കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ പ്രിന്റ് മിസ്സാവാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ പ്രിന്റ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും ഇതിൻ്റെ ഡാറ്റ നമുക്ക് എടുക്കാൻ പറ്റില്ല. CPU കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് റീബോൾ ചെയ്ത് പുതിയ ബോർഡിലേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ DFUയിൽ കണക്ട് ആയിട്ടുണ്ട്. വിത്തൗട്ട് നാൻഡിൽ CPU DFUയിൽ കണക്ട് ആവണം. അതേപോലെ നാൻഡും കാര്യങ്ങളൊക്കെ നമ്മൾ റീഫിക്സ് ചെയ്തിട്ടുണ്ട്. മദർ ബോർഡ് ബെൻഡ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ലോവർ ബോർഡും കൂടി സ്വാപ്പ് ചെയ്യണം. ലോവർ ബോർഡിലുള്ള ബേസ് ബാൻഡ് CPU, Wi-Fi AC, EEPROM നമ്മൾ പുതിയ ബോർഡിലേക്ക് സ്വാപ്പ് ചെയ്യണം. ഐഫോണിന്റെ മദർ ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാൻഡ്വിച്ച് ബോർഡാണ് വരുന്നത്. അതിൽ ലോവർ ബോർഡ് നെറ്റ്വർക്ക് സെക്ഷനും അപ്പർ ബോർഡ് ഡാറ്റ സെക്ഷനും ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു IC ഡാമേജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ഫംഗ്ഷനും കാര്യങ്ങളും വർക്ക് ചെയ്യാതെയാവും. അപ്പോൾ മദർ ബോർഡും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ഫുള്ള് പാക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് വിത്ത് ഡാറ്റയോട് കൂടി തന്നെ സെറ്റ് റിക്കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഡിസ്പ്ലേ ഹൗസിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റി കസ്റ്റമർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ അതേപോലെ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.